ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആകെ തകർന്നിരിക്കുകയാണ് വസുന്ധര. വസുന്ധരയുടെ അടുത്ത് ചെന്ന് ശ്യാമ പറയുകയാണ്, അമ്മ സമാധാനമായിട്ടിരിക്കുക, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, എല്ലാം വരുത്തി വെച്ചിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഇവളെ വന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വർമ്മയും മക്കളും കൂടി വരികയാണ്. ആനന്ദേട്ടാ, എന്താ സംഭവിച്ചത്? ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നതെന്നൊക്കെ വസുന്ധര ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എല്ലാത്തിനും കാരണക്കാരി ഇവളാണെന്ന് അമ്മയ്ക്കെന്താ ഇതുവരെ മനസ്സിലായില്ലേ? മായം ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്ന കറി പൗഡറുകൾ ഇവളുടെ മേൽനോട്ടത്തിലല്ലേ ഉള്ളത്. അപ്പോ ഇതിന്റെ കാരണക്കാരിയും ഇവള് തന്നെയാ. ഇവളെ ഇപ്പൊ തന്നെ ഇറക്കി വിടണം. ഐശ്വര്യ, കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാമെന്ന് വർമ്മ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അച്ഛന്റെ ഈ തണുപ്പൻ മട്ട പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവളാണ് കുറ്റക്കാരി. ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോഴാ ചെളിവാരി എറിയുന്നതും വഴക്കിടുന്നതും. ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടെ നിന്നിറങ്ങിപ്പോകാം. ആനന്ദേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് സുന്ദര പറയുമ്പോൾ വർമ്മ ശ്യാമയോട് പറയുകയാണ്, മോള് ടെൻഷൻ ആകണ്ട. ഇത് നമ്മുടെ കമ്പനിക്കെതിരെയുള്ള ചതിയാണ്. ആരോ നമ്മളെ ചതിച്ചതാണ്. മോള് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് വർമ്മ പറയുമ്പോൾ ആദി പറയുകയാണ്, അതെ ശ്യാമേ, അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇല്ല സാർ, ഞാൻ വരുന്നില്ലെന്ന് ശ്യാമ പറയുന്നു. മോളെ, ഇത് കളി പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. മോളും അഗിയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ നോക്ക്. തുടർന്ന് ശ്യാമ പറയുകയാണ്, അച്ഛാ, അമ്മേ, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അത് ഒളിച്ചോടുകയല്ല വേണ്ടത്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടിൽ വെച്ചെങ്ങാനും അറസ്റ്റ് ഉണ്ടായാലേ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചു പറയും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. മോള് കരുതുന്ന പോലെയല്ല ഇത്. ആരോ നമ്മുടെ കമ്പനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. അതേസമയം വക്കീല് വർമ്മയെ വിളിച്ചു പറയുകയാണ്, സാർ, മുൻകൂർ ജാമ്യത്തിന്റെ കാര്യമൊന്നും ശരിയായില്ല. ആൾക്കാരെല്ലാം ഇളകി നിൽക്കുകയാണ്. ശ്യാമ മേഡത്തിനോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയണം. തുടർന്ന് പിന്നെയും വർമ്മ ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അച്ഛൻ എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ ഇവിടുന്ന് പോകില്ല. കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, ദേ ശ്യാമേ, നിർത്തിക്കോണം. തന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്, കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഒരു കമ്പനിയുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളിവിടെ നെട്ടോട്ടം ഓടുമ്പോഴാ ഓരോന്ന് പറയുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, ഞാൻ അഖിലാണെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. ഇത്രയും പറഞ്ഞ് അഖില് ശ്യാമയെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, വേണ്ട, മോൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ്. ജഗൻ ജയേഷിന്റെ അടുത്ത് പറയുകയാണ്, ദേ, ഞാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഏമാന്റെ കയ്യിലാണ്. എനിക്ക് 2-3 ആഗ്രഹങ്ങളുണ്ട്. അവളെ കൈവിലങ്ങ് വെച്ച് വേണം കൊണ്ടുവരാൻ. കൂടാതെ അവളെ കുറച്ച് സമയത്തേക്കെങ്കിലും ലോക്കപ്പിലും ഇടണം. ജഗൻജി പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ജയേഷ് പറയുന്നു. ഈ സമയം വസുന്ധര വീണ്ടും ശ്യാമയോട് മാറി നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും ശ്യാമ അത് കേൾക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജയേഷും സംഘവും ആനന്ദ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജയേഷ് പറയുകയാണ്, ദേ, ഇത് കൈവിലങ്ങ്, ഇത് അറസ്റ്റ് വാറന്റ്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പവിത്രമായ കൈകളൊന്ന് നീട്ടാമോ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, ജയേഷേ, ഇതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. പൊടികളിൽ മായം കലർത്തിയ ആൾക്കാരെ കൊല്ലാൻ നോക്കിയിട്ട് ഹരിശ്ചന്ദ്രൻ ചമയുന്നു. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ നിങ്ങൾ എന്നെ അടിച്ചത്? ആ അടി, അതിന്റെ വേദന മാറണമെങ്കിൽ ഇവൾ കിട്ടും അതുപോലെ ഒരെണ്ണം കൊടുക്കണം. കൂടാതെ ചവിട്ടി ഇവളുടെ എല്ലുകളും ഒടിക്കണം. അതൊക്കെ പക്ഷേ അതിന്റെ രീതിക്ക് ഞാൻ ചെയ്യൂ. ആദ്യം സ്റ്റേഷൻ, പിന്നെ FIR, പിന്നെ കോടതി. റിമാൻഡ് ചെയ്യിപ്പിച്ച് ഞാൻ ഇവളെ കസ്റ്റഡിയിൽ വാങ്ങും. പിന്നീട് ചോദ്യം ചെയ്യൽ. ഇവളെ നിങ്ങളങ്ങ് മറന്നേക്ക്. ഈ കോലത്തിൽ എന്താണെങ്കിലും ഇവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. തുടർന്ന് അഖില് ജയേഷിനോട് പറയുകയാണ്, ജയേഷേ, ശ്യാമ പാവമാണ്. അയ്യോ, ആയിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്, 100 രൂപയുടെ മുദ്രപത്രം വാങ്ങി അതിൻ്റെ അകത്ത് എഴുതി തന്നേര്, എൻ്റെ ഭാര്യ ശ്യാമ പാവമാണെന്ന്. ഇത് കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ പറയുകയാണ്, അഖിൽ സാർ എനിക്ക് വേണ്ടി ഒരിക്കലും ആരുടെയും കാല് പിടിക്കരുത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, ഞാൻ ആദ്യമേ മോളോട് പറഞ്ഞതില്ലേ മാറി നിൽക്കാൻ. തുടർന്ന് അന്ന് ജയേഷിനെ തല്ലിയതിന് ആനന്ദവർമ്മ മാപ്പ് ചോദിക്കാൻ പോകുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ടച്ചാ, അന്ന് ഇയാൾക്ക് ഒരടിയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നെ വിലങ്ങ് വെച്ചോ എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ കൈ നീട്ടുമ്പോൾ ജയേഷ് ചോദിക്കുകയാണ്, നീ എന്താടി ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു? നിന്റെ കയ്യിൽ വിലങ്ങ് വെക്കുകയും ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചവിട്ടി നിന്റെ എല്ലൊടിക്കുകയും ചെയ്യും. അങ്ങനെ ജയേഷ് ശ്യാമയുടെ കയ്യിൽ കൈവിലങ്ങ് അണിയിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ആരും വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് സത്യമേ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. മതിയടി നിന്റെ തത്വപ്രസംഗം. അടുത്തതായിട്ട് എന്താ നടക്കുന്നതെന്ന് അറിയണമെങ്കിലേ നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. നിനക്ക് ഇവരോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് ജയേഷ് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, എനിക്ക് പറയാനുണ്ട്. തുടർന്ന് ശ്യാമ വസുന്ധരയോട് പറയുകയാണ്, അമ്മേ, ഇന്ന് രാത്രി എനിക്കിഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി അമ്മ ഉണ്ടാക്കി വെക്കണം. രാത്രി ആസ്വദിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം.
ഇത് കേൾക്കുന്ന ജയേഷ് ശ്യാമയോട് ചോദിക്കുകയാണ്, നിനക്കെന്താ വട്ടായോ? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒന്നും വരണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനെന്ന് ശ്യാമ പറയുമ്പോൾ ജയേഷ് ചോദിക്കുകയാണ്, അപ്പോൾ നീ ഉറപ്പിച്ചോ ഇന്ന് രാത്രി നീ ഇവരുടെ ഒപ്പമായിരിക്കും ഭക്ഷണം കഴിക്കുക എന്ന്? അതെ സാറെന്ന് ശ്യാമ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, ജയിലിടിഞ്ഞാലും നീ പുറത്തു വരാൻ പോകുന്നില്ല. അങ്ങനെ ശ്യാമയും കൊണ്ട് ജയേഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഒരു കോൺസ്റ്റബിൾ വന്ന് ശ്യാമയുടെ കൈവിലം കഴിക്കാൻ വരുമ്പോൾ ജയേഷ് പറയുകയാണ്, ആര് പറഞ്ഞു അഴിക്കാൻ? ഞാൻ പറയുമ്പോൾ അഴിച്ചാ മതി. അതേസമയം അഖിലും വർമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് ജയേഷ് കോൺസ്റ്റബിളിനോട് പറയുകയാണ്, ഇവള് കുറ്റമെല്ലാം സമ്മതിച്ച രീതിയിൽ FIR എഴുതിക്കോ. ഇത് കേട്ട് അവർ ദേഷ്യത്തോടെ ജയേഷിനെ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ടേക്ക് ജഗന്നാഥൻ വരികയാണ്. അയ്യോ, ഇത് വർമ്മ സാറല്ലേ, എന്തു പറ്റിയെന്ന് ജഗൻ ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, മായം ചേർക്കൽ. ഒരുപാട് പേര് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരാളെങ്ങാനും ചത്താലേ പിന്നെ ഇവൾക്ക് ജീവപര്യന്തമാണ്. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ജഗന്നാഥൻ നീ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ജഗന്നാഥൻ ചിരിച്ചുകൊണ്ട് വർമ്മയും അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.